സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നൊരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മസാല തേച്ച് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു വലിയ സവാള, പിന്നെ തക്കാളി, കശുവണ്ടി, 6 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ വല്ലാണ്ടൊന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. കാരണം പൊരിച്ച് കറിയാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ കറിയാക്കുമ്പോൾ കുറേ നേരം വേവിക്കാൻ വെക്കുന്നില്ല. അപ്പോൾ വല്ലാണ്ട് ഫ്രൈ ആവാതെ ഇരുന്നാലും കുഴപ്പമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഫ്രൈ ആയതിന് ശേഷം എടുത്താൽ മതി. ഒരു സൈഡിൽ ഏകദേശം ഒരു വേവ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടിയും പൊരിച്ചെടുക്കാം. അപ്പോൾ രണ്ടും ഒരേപോലെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുത്തിട്ട് നമുക്ക് ഇതിൽ തന്നെ ഉള്ളി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് ഉള്ളി വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സാധാ കറിക്ക് അരിയുന്ന പോലെ അരിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഫ്രൈ ആവണം. എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉള്ളിയൊക്കെ മതി ബട്ടർ ചിക്കനിലേക്ക്. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുകളിൽ എണ്ണ നിൽക്കുന്നത് പോലെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഏകദേശം ഉള്ളിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. മുഴുവനായിട്ടും വല്ലാണ്ടൊന്നും ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ബാക്കി ചിക്കനും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കാരണമാണ് ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് അരച്ചാലും മതി, നമ്മൾ ഉള്ളി അരക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുത്താലും മതി. ഇവിടെ ഞാനൊന്ന് വാട്ടിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കശുവണ്ടി ചേർക്കില്ല. കശുവണ്ടി നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ലപോലെ മസാലയൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ചിക്കൻ പൊരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളത്. കറിയാക്കുന്ന സമയത്ത് വീണ്ടും വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കശുവണ്ടി ചേർത്തിട്ട് എല്ലാം കൂടെ ഒപ്പാണ് അരച്ചെടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത പാനിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അതിലത്തെ ഓയിൽ കുറച്ച് ഒഴിച്ച് മാറ്റിയിട്ട് ബാക്കി കുറച്ച് ഓയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അരച്ചതൊക്കെ അരപ്പെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മിക്സറിൽ തന്നെ നമ്മൾ അരപ്പിൻ്റെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഇതിൽ എത്രയാണോ നിങ്ങൾക്ക് വെള്ളം വേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്കത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്ന് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാതും ഒന്ന് അതിലേക്ക് ഡിപ്പ് ചെയ്യാം. കസ്തൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കറി കുറച്ച് നേരം തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് പാലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മളെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ആ സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് പൊറാട്ടയിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് പൊറാട്ട ചപ്പാത്തിയൊക്കെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ടുള്ളതാണ്. എന്തായാലും എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായി വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.